ഒരു വ്യക്തിയുടെ ജീവിതാവസാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ അടുത്ത ആഴ്ചത്തെക്കുറിച്ചോ അടുത്ത മാസത്തെക്കുറിച്ചോ അടുത്ത വർഷത്തെക്കുറിച്ചോ ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഒടുവിൽ ആ വ്യക്തി എന്താകണം എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ആ വ്യക്തിയുടെ ജീവിതഗതി മുഴുവൻ ക്രമീകരിച്ചിരിക്കുന്നത്. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. തൻ്റെ വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുമുള്ള ഉറപ്പ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജയകരമായ ശുശ്രൂഷയ്ക്ക് സഹായകരമായി തീർന്നു. ദൈവഹിതപ്രകാരം ഓരോ ചുവടും വയ്ക്കുവാൻ പൗലോസ് ബദ്ധശ്രദ്ധനായിരുന്നു. തന്മൂലം തൻ്റെ കൂടെയുള്ളവരെ തന്നിലേക്കല്ല ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ആ ഭക്തൻ പ്രാപ്തനായി തീർന്നു. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ ഒരു മുഖവരിയും 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ, വളരെയേറെ സ്വാധീനം ലോകത്തിന് മുഴുവൻ ഉണ്ടായിരുന്ന, അറിവുണ്ടായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കുകൾ എന്താണെന്ന് അറിയുവാൻ തീർച്ചയായും എല്ലാവർക്കും താല്പര്യമുണ്ടാകും എന്നെനിക്കറിയാം. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഇന്നു മുതൽ നാം പഠിക്കുവാൻ പോകുന്നത്. അതെ, വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ ഈ ലേഖനം എവിടെയായിരിക്കും വരുന്നതെന്ന് ഒരു ഏകദേശ രൂപം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. AD 58 പൗലോസിനെ യെരുശലേമിൽ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. AD 61 പൗലോസ് റോമിലെത്തിയ സമയം അവൻ ഈ 3 വർഷം കാരാഗൃഹത്തിൽ കഴിച്ചു കൂട്ടിയ ആ അവസരം, 3 വർഷവും അവൻ ഒരു റോമൻ ഭരണാധികാരിയുടെ അടുത്തു നിന്നും മറ്റൊരു ഭരണാധികാരിയുടെ അടുത്തേക്ക് വിസ്തരിക്കപ്പെടുവാനായി പോയിക്കൊണ്ടിരുന്നു. AD 61 മുതൽ 63 വരെയുള്ള കാലയളവിൽ പൗലോസിൻ്റെ ആദ്യത്തെ റോമൻ കാരാഗൃഹവാസം നാം കാണുന്നു. ഇത് അപ്പോസ്തലപ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ജയിലിൽ അടച്ചതോടെ അവിടുത്തെ രേഖകളിൽ നാം തുടർന്ന് വേറെ ഒന്നും കാണുന്നില്ല. അത് അവസാനിക്കുന്നതായി, അല്ലെങ്കിൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം എഴുതി തീർന്നതായി നാം കാണുന്നു. AD 64 മുതൽ 67 വരെയുള്ള കാലയളവിൽ പൗലോസിനെ കാരാഗൃഹത്തിൽ നിന്നും മോചിപ്പിക്കുകയും ഈ കാലയളവിൽ ഒരു വലിയ പങ്ക് പ്രദേശങ്ങൾ അവൻ വീണ്ടും സന്ദർശിക്കുകയും ചെയ്തു. ഈ സമയത്തായിരിക്കും അവൻ സ്പെയിനിൽ പോയത്. ഈ കാലയളവിലാണ് അവൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനവും തീത്തോസിന് എഴുതിയ ലേഖനവും മക്കദോനിയയിൽ നിന്നും എഴുതിയത്. AD 67 വീണ്ടും പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. AD 68 പൗലോസ് റോമിൽ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. അവൻ്റെ മരണത്തിന് തൊട്ടു മുൻപ് അവൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനമാകുന്നു തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം. ഈ ലേഖനത്തിൻ്റെ ചിന്താവിഷയവും അതിൻ്റെ ശബ്ദവും രീതിയും എല്ലാം വ്യക്തമാക്കുന്ന 2 വാക്യങ്ങളാണ് 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യവും 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യവും. 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഇനിയും 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഈ ലേഖനത്തിൽ എടുത്തു പറയുവാൻ സാധിക്കുന്ന ഒരു വാക്കുണ്ട്, ആത്മാർത്ഥത, അല്ലെങ്കിൽ കൂറ്, ലോയൽറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. 1-ാം അധ്യായത്തിൽ കഷ്ടതയിലെ ആത്മാർത്ഥത നാം കാണുന്നു. 2-ാം അധ്യായത്തിൽ സേവനത്തിലെ ആത്മാർത്ഥത നാം കാണുന്നു. 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വരെ വിശ്വാസത്യാഗത്തിൻ്റെ മധ്യത്തിൽ ആത്മാർത്ഥത നാം കാണുന്നു.
4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ദാസന്മാരുടെ തള്ളപ്പെട്ട അവസ്ഥയിൽ കർത്താവ് വിശ്വസ്തനായിരിക്കുന്നു എന്ന് കാണുന്നു. നേരത്തെ ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസിൻ്റെ ഹംസഗാനമാകുന്നു എന്ന്. ഏതൊരു വ്യക്തിയുടെയും മരണക്കിടക്കയിലെ പ്രസ്താവനകൾക്ക് മറ്റേത് സമയത്തെ പ്രസ്താവനകളെക്കാൾ പ്രാധാന്യം നൽകാറുണ്ടല്ലോ. തിമോത്തിയോസിന് പൗലോസ് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ പ്രസക്തി അതുതന്നെയാണ്. വിശുദ്ധ പൗലോസിൻ്റെ ഒടുവിലത്തെ ആശയവിനിമയങ്ങളാകുന്നു ഇത്. തൻ്റെ മറ്റ് ലേഖനങ്ങളിൽ കാണുവാൻ കഴിയാത്ത ഒരു ദുഃഖത്തിൻ്റെ നിഴൽ ഇതിൽ കാണുവാൻ കഴിയുന്നുണ്ട് എന്ന് ചിന്തിച്ചാൽ അത് തെറ്റല്ല. എന്തായിരുന്നാൽ തന്നെയും സകലത്തിൻ്റെയും മുകളിൽ ധ്വനിക്കുന്ന വിജയത്തിൻ്റെ ശബ്ദവും നമുക്ക് കേൾക്കാവുന്നതാണ്. അതെ, 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എത്ര പ്രശസ്തമാണ്, എത്ര പ്രസിദ്ധമാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എത്ര വലിയ വിജയഭേരിയാണ് പൗലോസ് ഇവിടെ മുഴക്കുന്നത്. അതുപോലെ തന്നെ ഇത് തൻ്റെ അവസാനത്തെ ലേഖനമായതിനാൽ പൗലോസ് വളരെ വ്യക്തിപരമായിട്ടാണ് സംസാരിക്കുന്നത്. ഈ 4 ചെറിയ അധ്യായങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 25 വ്യക്തികളുടെ സൂചനയുണ്ട്. വളരെ വികാരനിർഭരമായ ഈ ലേഖനം നമുക്ക് നൽകുന്ന ദൂത് മറ്റേതൊരു ലേഖനങ്ങളിൽ നിന്നും വ്യത്യസ്തമായതാണ്. തിമോത്തിയോസിന് എഴുതിയ ചെറിയ ഈ ലേഖനത്തിൽ അപശകുനമായ കാർമേഘം ചക്രവാളത്തിൽ കാണപ്പെടുന്നു. അത് വരുന്നതായ വിശ്വാസത്യാഗമാകുന്നു. ഇന്ന് വിശ്വാസത്യാഗം കൊടുങ്കാറ്റ് പോലെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. സഭയിലും ലോകത്തിലും വിശ്വാസത്യാഗം വളരെയാണ്. വിശ്വാസത്യാഗം എന്നതുകൊണ്ട് എന്താണ് നാം അർത്ഥമാക്കുന്നത്? വിശ്വാസം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പസ്തോലിക വിശ്വാസം എന്ന അർത്ഥത്തിലാകുന്നു എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. ആ വിശ്വാസത്തെ മൊത്തമായും ഉപേക്ഷിക്കുക, അതായത് വിശ്വാസം ത്യാഗം ചെയ്യുക. വിശ്വാസത്യാഗം അജ്ഞത കൊണ്ടല്ല, അത് ദുരുപദേശമാകുന്നു. അജ്ഞത ദുരുപദേശമാകുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റാണ് വിശ്വാസത്യാഗം. വിശ്വാസത്തിൽ നിന്നും മനസ്സോടെ വിട്ടുമാറുന്നതാണ് വിശ്വാസത്യാഗം. വിശ്വാസത്യാഗിയായ ഒരു വ്യക്തിക്ക് സുവിശേഷത്തിൻ്റെ സത്യം അറിയാവുന്നവനും വിശ്വാസത്തിൻ്റെ ഉപദേശങ്ങൾ അറിയാവുന്നവനും ആകുന്നു. എന്നാൽ അവൻ അവയെ തൻ്റെ സൗകര്യാർത്ഥം ത്യജിച്ച് കളയുന്നു. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് സുവിശേഷ പ്രസംഗത്തിൻ്റെ ആത്യന്തികമായ പ്രയോജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അന്തിമ ലക്ഷ്യപ്രാപ്തി മനുഷ്യവർഗം മുഴുവൻ മാനസാന്തരപ്പെടുന്നതോ സഹസ്രാബ്ദത്തിൽ കൊണ്ടെത്തിക്കുന്നതോ അല്ല, മറിച്ച് ഭൂമിയിൽ നിന്നും വിശ്വാസത്തെ മിക്കവാറും തുടച്ച് നീക്കിക്കളയുന്ന ഒരു വിശ്വാസത്യാഗമുണ്ടാകും എന്നതാണ്. വാസ്തവത്തിൽ യുഗത്തിൻ്റെ അവസാനത്തിൽ 2 വിധത്തിലുള്ള മാറ്റപ്പെടലുകൾ സംഭവിക്കുവാൻ പോവുകയാണ്. ഒന്നാമത്തേത് സഭയുടെ മാറ്റപ്പെടലാകുന്നു. ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് സഭയെ തന്നോടൊപ്പം എടുത്തുകൊള്ളുന്നതാണ് ആ മാറ്റപ്പെടൽ. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. വിശ്വാസികൾ പോയി കഴിയുമ്പോൾ ഇവിടെ അവശേഷിക്കുന്ന സഭ എന്ന സംഘടന, ആ പഴയ പുറന്തോടുണ്ടല്ലോ, അത് വിശ്വാസത്തിൽ നിന്നും പൂർണ്ണമായും മാറ്റപ്പെടും. അവിടെ അപ്പസ്തോലിക വിശ്വാസത്തിന് ഒരു പ്രസക്തിയും പിന്നുണ്ടാകില്ല. അവർ വിശ്വാസം ത്യജിക്കും. അതാണ് 2-ാമത്തെ മാറ്റപ്പെടൽ. ഒന്നാമത്തേത് സഭ മാറ്റപ്പെടുന്നു. 2, ബാക്കി ഇവിടെ ഉള്ളവരുടെ വിശ്വാസം മാറ്റപ്പെടുന്നു. വിശ്വാസത്തിൽ നിന്നുള്ളൊരു മാറ്റം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവന നൽകിയുണ്ടായി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. ഇല്ല എന്നുള്ള മറുപടിയാണ് ഇവിടെ ലഭിക്കേണ്ടത്. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുകയില്ല. ലോകം നന്നായിക്കൊണ്ടിരിക്കുകയാകുന്നു എന്ന് വാദിക്കുന്നവർ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ കാര്യങ്ങളോട് യോജിച്ചെന്ന് വരില്ല. എന്നാൽ ചരിത്രവും ഇന്നത്തെ സംഭവങ്ങളും പൗലോസ് പറഞ്ഞതിൻ്റെ കൃത്യതയെ വെളിപ്പെടുത്തുന്നു എന്നതാരും സമ്മതിക്കുന്ന കാര്യമാണ്. നാം ഇന്ന് വിശ്വാസത്യാഗത്തിൻ്റെ ഒരു കാലത്താണ് ജീവിക്കുന്നത്.
കാണപ്പെടുന്ന സഭ ഭയാനകമായ ഒരു വിശ്വാസത്യാഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. കാണപ്പെടാത്ത സഭ, അതെ, വിശ്വാസികളുടെ സമൂഹമായ യഥാർത്ഥ സഭ ഇതുവരെ ബാധിക്കപ്പെട്ടിട്ടില്ല. കാണപ്പെടാത്ത യഥാർത്ഥ സഭ ഇന്ന് ഭൂമിയിലുണ്ട്. ആയത് തേജസ്സിൽ എടുക്കപ്പെടുന്നതിന് വേണ്ടി ഒരുങ്ങി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലെ വരവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നാം ജീവിക്കുന്ന ഈ കാലത്ത് അത് വലിയ ആശ്വാസം നൽകുന്ന ചിന്തയാണ്. ഈ വിശ്വാസത്യാഗത്തിൻ്റെ ഭീഷണി നിലനിന്നിരുന്നതിനാൽ തൻ്റെ മറ്റേതൊരു ലേഖനങ്ങളിലേതിനേക്കാളും ഏറെ പൗലോസ് ദൈവവചനത്തിന് ഇവിടെ ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ പൗലോസും പത്രോസും ഈ കാര്യത്തിൽ ഒരുപോലെയാണ് ചിന്തിച്ചതും പറയുന്നതും. 2 തിമോത്തിയോസും 2 പത്രോസും ദൈവവചനവും സുവിശേഷവുമാകുന്നു എന്നീ പറയുന്നത് രണ്ടും. പ്രിയ സുഹൃത്തെ, സുവിശേഷം പറയുന്ന ഒരു വലിയ വസ്തുതയുണ്ട്. ആ വസ്തുത മനുഷ്യൻ്റെ ആകമാനമുള്ള വഷളത്വത്തെക്കുറിച്ചാണ്. നശിച്ച അവസ്ഥ. വേറെ വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ നഷ്ടപ്പെട്ട ഒരു പാപിയാകുന്നു. പൂർണ്ണമായ അനുസരണത്താൽ പോലും രക്ഷിക്കപ്പെടുവാൻ കഴിയാത്തൊരവസ്ഥയിലാണ് മനുഷ്യൻ. കാരണം അങ്ങനെ അനുസരിക്കുവാൻ അവന് കഴിയില്ലല്ലോ. അപൂർണമായ അനുസരണത്താലും അവന് രക്ഷിക്കപ്പെടുവാൻ കഴിയില്ല. കാരണം ദൈവം അത് അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് ഒരേ ഒരു മാർഗമുള്ളത് ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷം മാത്രമാണ്. ആയത് ഒരു പാപിയുടെ അടുത്തെത്തുന്നതും അവനെ രക്ഷിക്കുന്നതും ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് ചുറ്റും ഈ പറഞ്ഞതുപോലെ രൂപാന്തരപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവമക്കളായി തീർന്ന അനേകർ. എന്നാൽ ഈ വസ്തുത അംഗീകരിക്കുവാൻ കഴിയാത്തവരാണ് ഇന്ന് സഭകളിൽ അധികവും എന്നോർക്കണം. ഉദാഹരണത്തിന് സഭയിലെ നവീകരണക്കാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ലിബറൽസ്, അവർ പാപിയായ മനുഷ്യന് ദൈവകൃപയെക്കുറിച്ചുള്ള ദൂത് നൽകുന്നതിന് പകരം മറ്റ് ചില ദിശകളിലേക്കാണ് സഭയെ വലിച്ചു കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് 3 വിധത്തിലുള്ള പ്രസംഗങ്ങളാണ് ഈ കൂട്ടർ പ്രസംഗിക്കുന്നത്. ചില പ്രസംഗപീഠത്തിൽ നിന്നും മനഃശാസ്ത്രമാണ് നാം കേൾക്കുന്നത്. അവർ പറയുന്നത് നമുക്കെങ്ങനെ വിജയിക്കാം, അതല്ല എങ്കിൽ ക്രിയാത്മകമായി എങ്ങനെ ചിന്തിക്കാം, നല്ല കാര്യങ്ങളെ മാത്രം എങ്ങനെ ചിന്തിക്കാം. അങ്ങനെ പോകുന്നു അവരുടെ പ്രസംഗങ്ങൾ. സ്വന്തം പ്രയത്നത്താൽ വിവിധ സാഹചര്യങ്ങളെ നേരിടുവാനുള്ള മാർഗമാണ് അവരുടെ വിഷയം. അതിനുള്ള സെമിനാറുകളും ക്ലാസ്സുകളുമൊക്കെ സംഘടിപ്പിക്കുന്നത് കാണാവുന്നതാണ്. ഇത് പറയുന്നത് നാം എപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണെന്നത്രേ. ഇത് മനഃശാസ്ത്രമാകുന്നു. ഇത് നമ്മെ എങ്ങും കൊണ്ടെത്തിക്കുന്നില്ല എന്ന് നാം ഓർക്കണം. നല്ല പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഉടനെ തന്നെ അത് പ്രായോഗികമാക്കുവാനുള്ള ശ്രമം തുടങ്ങും. എന്നാൽ നാം കൂടുതൽ പരാജയത്തിലാണ് പലപ്പോഴും ചെന്ന് അവസാനിക്കുന്നത് എന്നോർക്കണം. ഇനിയും രണ്ടാമത്തെ വിധത്തിലുള്ള പ്രസംഗം മുഴുവൻ സദാചാര ശാസ്ത്രമാകുന്നു. ഒരുതരം മധുരിക്കുന്ന സുവിശേഷം. മിക്കവാറും ആ പ്രസംഗങ്ങൾ ഇനിയും പറയുന്നത് പോലെ ആയിരിക്കും. നന്മയെപ്പോഴും തിന്മയേക്കാൾ നല്ലതാണ്, കാരണം അത് നിങ്ങളെ അധികം പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കില്ല. ഇത് ഈ പുള്ളി പറയാതെ നമുക്കറിയാമല്ലോ അല്ലേ? പിന്നെ കള്ളം പറയരുതെന്നും വീട്ടിൽ വഴക്കുണ്ടാക്കരുതെന്നും ഒക്കെ പ്രസംഗിച്ച് അവസാനിപ്പിക്കുന്നു. ഈ പ്രസംഗത്താൽ ആർക്കെങ്കിലും പാപബോധം ഉണ്ടാകുമോ? ഈ രുചിയില്ലാത്ത സാധനം കഴിക്കുവാൻ ആർക്കാണ് ഇഷ്ടമുള്ളത്? മനുഷ്യൻ മടുത്തു. പിന്നെ ഞായറാഴ്ച രാവിലത്തെ ചടങ്ങ് അങ്ങ് നിർവഹിക്കുവാൻ വരുന്നവർക്ക് എന്തെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് ഇതും കൊണ്ടങ്ങ് പോകും. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. അത് സാമൂഹ്യ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. അവർ വർഗീയതയെക്കുറിച്ചും സഭകൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും സാമൂഹിക നീതിയെക്കുറിച്ചും സമൂഹത്തെ ഉദ്ധരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് പ്രസംഗിക്കുന്നത്. സ്ത്രീ ശാക്തീകരണവും വർഗവിവേചനവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും പരിസ്ഥിതി മലിനീകരണവും ഫെമിനിസവും ട്രാൻസ്ജെൻഡർ ഉദ്ധാരണവും അങ്ങനെ പോകുന്നു അവരുടെ വിവിധ വിഷയങ്ങൾ. ഇത് ഒരുതരം ക്രിസ്തീയ സോഷ്യലിസമാകുന്നു, സുവിശേഷമല്ല. ഇത് യാതൊരു മനുഷ്യനെയും രക്ഷിക്കില്ല. മറിച്ച് യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആളുകൾ ക്രിസ്തുവിങ്കിലേക്ക് വരികയും അവരെല്ലാം സഹോദരങ്ങളായിത്തീരുകയും ചെയ്യുന്നു. വർഗബന്ധങ്ങളെക്കുറിച്ചുള്ള ഈ സംസാരവും പ്രസംഗവും ഒന്നും ആവശ്യമില്ല. ആളുകളെ നിർബന്ധിച്ച് ബന്ധങ്ങൾ ശരിയാക്കുവാൻ കഴിയില്ല എന്ന് നാം ഓർക്കണം. ദൈവകൃപയുടെ സുവിശേഷം മാത്രമേ ഒരു മനുഷ്യനെ എൻ്റെ സഹോദരനാക്കൂ. മറ്റെല്ലാം ഏച്ചുകെട്ടുകൾ മാത്രമാണ്.
അങ്ങനെ ദൈവകൃപയുടെ സുവിശേഷം മനുഷ്യനെ ഒന്നാക്കുമ്പോൾ വർണ്ണ, വർഗ, ജാതി, മത വ്യത്യാസം ഒന്നും പിന്നുണ്ടാകുകയില്ല. മറ്റൊരു ദൈവ പൈതലിനെ എൻ്റെ സഹോദരനായി മാത്രമേ കാണുവാൻ കഴിയൂ. ഈ ആന്തരിക മാറ്റം ഉണ്ടായിട്ടില്ലാത്തതിനാലാകുന്നു മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയാത്തത്. മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം ശരിയാകാത്തിടത്തോളം മനുഷ്യനും തമ്മിലുള്ള ബന്ധം ശരിയാകില്ല എന്ന് നാം മറക്കരുത്. ദൈവകൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുകയുള്ളൂ. മനുഷ്യൻ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ എത്താത്തിടത്തോളം അവനിൽ നിന്നും യാതൊന്നും ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയില്ല സുഹൃത്തെ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവകൃപ മാത്രമാണ് മനുഷ്യവർഗത്തെ രൂപാന്തരപ്പെടുത്തുവാനും രക്ഷിക്കുവാനും കഴിവുള്ളത്. അതത്രേ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലേഖനം പഠിക്കുന്നത് അതിപ്രധാനമായ കാര്യമായിരിക്കുന്നത്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം കാണുന്നത് ക്രിസ്തുയേശുവിലുള്ള ജീവൻ്റെ വാഗ്ദത്തപ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയമകനായ തിമോത്തിയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് താൻ എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം എന്നത്രേ. ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവേഷ്ടം വെളിപ്പെടുത്തുന്നു എന്ന് നാം കാണുകയുണ്ടായി. എന്നാൽ അവ ദൈവത്തിൻ്റെ ഇഷ്ടം മൊത്തത്തിൽ കാണിക്കുന്നില്ല. ഇവിടെ പൗലോസ് പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള ജീവൻ്റെ വാഗ്ദത്തപ്രകാരം ദൈവേഷ്ടത്താൽ എന്നാണ്. എങ്ങനെയാണ് നാം ഒരു വാഗ്ദത്തം അംഗീകരിക്കുന്നത്? നാം വാഗ്ദത്തം അംഗീകരിക്കുന്നത് വിശ്വാസത്താലാണ്. നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്ന ഒരേ ഒരു മാർഗം അത് വിശ്വാസം മാത്രമാണ്. അവനത് ഒരു ദാനമായിട്ടാണ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ദാതാവിനെ വിശ്വസിക്കുന്നതിനാലാണ് താങ്കൾ ഒരു ദാനം സ്വീകരിക്കുന്നത്, അല്ലേ? നാം നിത്യജീവൻ പ്രാപിക്കുന്നത് ദാതാവിൽ വിശ്വസിക്കുന്നതിനാലാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ പിഴയടച്ചതിനാൽ നാം അവനെ രക്ഷയ്ക്കായി ആശ്രയിക്കുമ്പോൾ അവൻ നമുക്ക് നിത്യജീവനെ നൽകുന്നു. താങ്കളുടെ അവനിലുള്ള വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവൻ ഇന്ന് സ്വർഗം താങ്കൾക്ക് വാഗ്ദാനം ചെയ്യാവുന്നതാണ്. താങ്കൾ അവനിൽ വിശ്വസിക്കുമ്പോൾ, അവിടുത്തെ വഴിയിൽ വരുമ്പോൾ താങ്കൾ അവനെ മാനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള ജീവൻ്റെ വാഗ്ദത്തപ്രകാരം താങ്കൾക്ക് നിത്യജീവൻ ലഭിക്കുവാനുള്ള ഒരേ ഒരു വഴി ക്രിസ്തുവിലൂടെ മാത്രമാകുന്നു എന്നത് വ്യക്തമാക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എന്ന് തന്നെക്കുറിച്ച് തന്നെ പറയുമ്പോൾ വിശുദ്ധ പൗലോസ് തനിക്ക് തന്നെ വലിയൊരു അവകാശവാദമാകുന്നു ഉന്നയിക്കുന്നത് എന്ന് തോന്നുന്നില്ലേ? തൻ്റെ വലിയ സമൂഹം ശിഷ്യന്മാരിൽ നിന്നും നമ്മുടെ കർത്താവ് തന്നെ വ്യക്തിപരമായി തിരഞ്ഞെടുത്ത 12 പേരോട് ചേർത്ത് പൗലോസ് തന്നെയും പറയുകയാണിവിടെ. കർത്താവ് അവരെ തിരഞ്ഞെടുത്തപ്പോൾ അവരെ അപ്പോസ്തലന്മാർ എന്ന് വിളിച്ചു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തത് തന്നെ പ്രതിനിധീകരിക്കുന്നതിനും തൻ്റെ നാമത്തിൽ പഠിപ്പിക്കുന്നതിനും അവരെ അയക്കുന്നതിനു വേണ്ടിയാണ്. ഈ കാര്യത്തിലേക്ക് അവരെ ഒരുക്കുന്നതിനായി അവർ അവനോടുകൂടെ ആയിരിക്കുവാൻ വേണ്ട ക്രമീകരണം കർത്താവ് തന്നെ അന്ന് ചെയ്തു. അങ്ങനെ ഈ 12 പേർക്ക് ലഭിച്ചത് അതുല്യമായ ഒരു അവസരമായിരുന്നു. അവിടുത്തെ വാക്കുകൾ നേരിട്ട് കേൾക്കുവാനും അവൻ്റെ പ്രവൃത്തികളെ കാണുവാനും അതിൽ പങ്കാളികളാകുവാനും, അങ്ങനെ തങ്ങൾ അവനിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്ത സകലത്തിനും വേണ്ടി അവൻ്റെ സാക്ഷികളാകുവാൻ സാധിക്കുന്ന ഒരു സ്ഥാനത്ത് എത്തിച്ചേരുവാൻ കർത്താവ് ആ 12 പേരെക്കുറിച്ച് ഉദ്ദേശിച്ചു. താൻ അവരെ പഠിപ്പിച്ചത് അവരെ ഓർമ്മിപ്പിക്കുവാനും തങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുവാനും വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അധികമായുള്ള ഒരു പ്രചോദനം കർത്താവ് അവർക്ക് വാഗ്ദാനം ചെയ്തു. അങ്ങനെയുള്ളൊരു പ്രത്യേക കൂട്ടത്തിൽ തന്നെയും പിന്നീട് ചേർത്തു എന്നാണ് പൗലോസ് അവകാശപ്പെടുന്നത്. അതൊരു വലിയ കാര്യമാണ്. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ താൻ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ കണ്ടു എന്നത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ സാക്ഷിയാകണം എന്ന് ഓരോ അപ്പോസ്തലനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന യോഗ്യത നിറവേറ്റുവാൻ തന്നെ സഹായിക്കുന്നു എന്ന് പൗലോസ് അവകാശപ്പെടുന്നു. തീർച്ചയായും പൗലോസിൻ്റെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കലെ അനുഭവം അവൻ്റെ മാനസാന്തരത്തേക്കാൾ കൂടുതലായിരുന്നു. അത് അവനെ ഒരു അപ്പോസ്തലനായി നിയോഗിക്കുന്ന ശുശ്രൂഷയായിരുന്നു.
കർത്താവ് അവനോട് പറഞ്ഞത്, ഞാൻ നിന്നെ ജാതികൾക്ക് അപ്പോസ്തലനായി അയക്കുന്നു എന്നാണ്. ഈ നിയോഗിക്കൽ പൗലോസിന് ഒരിക്കലും മറക്കുവാൻ കഴിയുമായിരുന്നില്ല. തൻ്റെ ഈ പദവി മനുഷ്യരിൽ നിന്നല്ല, ക്രിസ്തുവിൽ നിന്നും നേരിട്ട് ലഭിച്ചതാകുന്നു എന്ന് പല ഭാഗങ്ങളിൽ പൗലോസ് അവകാശപ്പെടുന്നു. തൻ്റെ അവകാശവാദം ശരിയാകുന്നു എന്ന് ദൈവവചനം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുവാനും കഴിയും. ഇവിടെ പൗലോസിൻ്റെ അപ്പസ്തോലത്വത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നു. അത് ദൈവേഷ്ടമാകുന്നു. തൻ്റെ അപ്പസ്തോലിക ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ പൗലോസിന് ഉറപ്പായിരുന്ന ഒരു കാര്യം എന്തെന്നാൽ, തന്നെ ഒരു അപ്പോസ്തലനായി നിയമിച്ചത് സഭയല്ല, ഏതെങ്കിലും ഒരു മനുഷ്യനല്ല, ഒരു കൂട്ടം മനുഷ്യരിൽ നിന്നല്ല, പിന്നെയോ ദൈവം നേരിട്ട് വിളിച്ച് ആക്കിയതാണ്. പൗലോസ് തിമോത്തിയോസിനെ സംബോധന ചെയ്യുന്നത് എപ്രകാരമാകുന്നു എന്ന് താങ്കൾ നോക്കിയോ? പ്രിയമകനായ തിമോത്തിയോസ്. അങ്ങനെ വിളിക്കുവാൻ കാരണം തിമോത്തിയോസ് അപ്പോസ്തലനായ പൗലോസിനൊരു വലിയ സന്തോഷമായിരുന്നു. തുടർന്ന് അവൻ പറയുന്നത് കൃപയും കനിവും സമാധാനവും എന്നത്രേ. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം നാം പഠിച്ചപ്പോൾ നാം ചിന്തിക്കുകയുണ്ടായി, ഈ കനിവെന്ന വാക്ക് പൗലോസിൻ്റെ മറ്റ് ലേഖനങ്ങളിൽ കാണുവാൻ കഴിയുന്നില്ല. നാം വാസ്തവത്തിൽ അർഹിക്കുന്നത് നൽകാതിരിക്കുന്നതിലൂടെ ദൈവം തൻ്റെ കരുണ കാണിക്കുന്നു. അതായത് അവിടുന്ന് നമ്മെ ന്യായം വിധിക്കാതെ ശിക്ഷിക്കാതിരിക്കുന്നത് അവിടുത്തെ കരുണയാണ്. നാം അർഹിക്കുന്നത് അതുമാത്രമാണ്. പൗലോസിന് ഈ കരുണ വളരെയേറെ ആവശ്യമായിരുന്നു എന്ന് അവൻ പറയുന്നു. നമുക്കും ഇത് വളരെയേറെ ആവശ്യമാണ്. ഭാഗ്യവശാൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ കരുണ വളരെയാകുന്നു. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? 3-4 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിൻ്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോട് ആരാധിക്കുന്ന ദൈവത്തിന് നിൻ്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. എന്തൊരു വാക്കുകളല്ലേ! അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവനായിരുന്നു തിമോത്തിയോസ്. പൗലോസിൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുന്നത് വളരെ നല്ലതാണ്. അല്പസമയം എടുത്താൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാതെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ കൂടി പോയെന്നാൽ അത് കാണുവാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ പ്രാർത്ഥനാ ലിസ്റ്റിൽ വാസ്തവത്തിൽ എത്ര പേരുടെ പേരുണ്ട്? അങ്ങനെ ഒരു ലിസ്റ്റ് ഉള്ളത് വളരെ നല്ലതാണ്. നിങ്ങളുടെ സഭാ ശുശ്രൂഷകനെ ഓർത്ത് പ്രാർത്ഥിക്കണം. സുവിശേഷ വേലയിലായിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. അത് ഓരോ ക്രിസ്തു വിശ്വാസിയുടെയും കടമയാണ്. ഇവിടെ പൗലോസ് തിമോത്തിയോസിന് എഴുതുന്ന വളരെ വ്യക്തിപരമായുള്ള ചില പ്രസ്താവനകൾ കാണാവുന്നതാണ്. എത്ര പ്രാവശ്യമാകുന്നു പൗലോസ് തിമോത്തിയോസിനെ ഓർക്കുന്നത്? നിന്നെ സ്മരിച്ച് കണ്ണുനീർ ഓർത്ത് നിൻ്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം. ഇത്രയധികം ഓർക്കണമെങ്കിൽ എത്ര അടുത്ത ബന്ധമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പൗലോസ് തിമോത്തിയോസിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായുള്ള കാര്യമായിരുന്നു. പൗലോസിനെ പിടിച്ച് തടവിലാക്കി എന്നുള്ളതും താൻ കൊല്ലപ്പെടുവാൻ പോകുന്നു എന്നും ഉള്ളത് തിമോത്തിയോസിനെ മാനസികമായി തളർത്തുന്ന വസ്തുതയാണ്. പൗലോസ് പറയുന്നു, ഞാൻ നിൻ്റെ കണ്ണുനീർ ഓർക്കുന്നു, നിന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ സന്തോഷപൂർണ്ണനാകുവാൻ എനിക്ക് കഴിയുമായിരുന്നു എന്ന്. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസ് യഹൂദ മതത്തിൽ നിന്നും വന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഈ യുവാവ് തിമോത്തിയോസ് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ്. അവൻ്റെ വലിയമ്മയും അമ്മയും വിശ്വാസികളായിരുന്നു. ഈ യുവാവ് ക്രിസ്തുവിങ്കിലേക്ക് തിരിയുന്നതിന് ഈ പറഞ്ഞ പാരമ്പര്യം വളരെയേറെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. തിമോത്തിയോസിൻ്റെ പിതാവ് ഒരു യവനനായിരുന്നു. അദ്ദേഹം ക്രിസ്തു വിശ്വാസത്തിലായിരുന്നോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. എന്നാൽ വലിയമ്മയും അമ്മയും നല്ല ഒന്നാം തരം വിശ്വാസികളായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്, പ്രാർത്ഥിക്കുന്ന ഒരു വല്യമ്മച്ചി, ഇത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും വാസ്തവമായിട്ടുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും രൂപവൽക്കരണ സംബന്ധിയായ സ്വാധീനം നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഭവനവുമാണ്. അങ്ങനെ നല്ല ആത്മകഥകൾ ഒരിക്കലും തങ്ങളുടെ തന്നെ ജീവിതത്തെ കൊണ്ടല്ല ആരംഭിക്കുന്നത്. പിന്നെയോ അവരുടെ മാതാപിതാക്കളും ചിലപ്പോൾ പൂർവികന്മാരായ മറ്റുള്ളവരും കൂടിയാകുന്നു. യാതൊരു മനുഷ്യനും തൻ്റെ മാതാപിതാക്കളുടെ പുറമേയുള്ള രൂപത്തെ പ്രാപിക്കുവാൻ കഴിയുന്നത് പോലെ അവരുടെ വിശ്വാസത്തെ അവകാശമാക്കുവാൻ കഴിയില്ല എന്നത് വാസ്തവം തന്നെ. എന്നാൽ ഒരു കുട്ടിയെ തൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസത്താൽ, അഭ്യസനത്താൽ, മാതൃകയാൽ ക്രിസ്തുവിലെ വിശ്വാസത്തിലേക്ക് നയിക്കാവുന്നതാണ്. ഇതൊരു വലിയ മുതൽക്കൂട്ടാണ്.
തിമോത്തിയോസിനൊരു ഭക്തിയുള്ള ഭവനമുണ്ടായിരുന്നു എന്ന് നാം കണ്ടല്ലോ. എത്ര വലിയൊരു അനുഗ്രഹമാണിത് എന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുള്ള ആളുകൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ സാധാരണ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അവർ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്നതും പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വലിയ ഭാഗ്യമാണത്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ക്രിസ്തുവിലൂടെ ആ ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കൂ. നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങളൊരു അനുഗ്രഹമാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിമോത്തിയോസിനെ പോലെ യൗവനക്കാരനും അനുഗ്രഹീതനുമായ ഒരു ക്രിസ്തീയ ശുശ്രൂഷക്കാരൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടെങ്കിലും ആഴമായ വിശ്വാസമുള്ള തൻ്റെ ഭവന അന്തരീക്ഷവും ഇടവിടാതെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനും വിസ്മരിച്ചുകൂടാത്ത കാരണങ്ങളാകുന്നു. ശക്തരായ ദൈവരാജ്യ പോരാളികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യാം.